إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفروعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون يا أيها الناس أوصيكم إياي أولا بتقوى الله അള്ളാഹുവിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പനകൾ ജീവിതത്തിലുടനീളം അനുസരിച്ചുകൊണ്ട് നല്ലവരായ മുത്തക്കികളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. ലോകത്തെല്ലായിടത്തും മുസ്ലിങ്ങളിപ്പോൾ ഈദ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും പള്ളികളിലും എല്ലായിടത്തും തക്ബീറുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ, അതിൽ നമ്മൾ ഷഹാദത്ത് കലിമയും ചേർത്ത് വെക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഷഹാദത്ത് കലിമയും. നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും ഒരു വിശ്വാസി എന്ന നിലയിൽ ഷഹാദത്ത് കലിമയ്ക്ക് വളരെ സുപ്രധാനമായ സ്ഥാനമാണുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏത് നിമിഷമാണ് ഒരു വിശ്വാസി കലിമയിൽ നിന്ന് മാറി നിൽക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഉണർന്ന് എഴുന്നേൽക്കുന്നത് മുതൽ അവസാനം ഉറങ്ങുന്നത് വരെയും ഷഹാദത്ത് കലിമ മാത്രമാണ് ഒരു വിശ്വാസിയുടെ, ഒരു നല്ലവനായ മുഅ്മിനിൻ്റെ, വിശ്വാസിയുടെ ജീവിതത്തിലുള്ളത്. നമ്മൾ ഉയർന്നെഴുന്നേൽക്കുമ്പോൾ, നമസ്കരിക്കുമ്പോഴും സുന്നത്ത് നിസ്കരിക്കുമ്പോഴും അവിടെയെല്ലാം ഷഹാദത്ത് കലിമയുണ്ട്. നമ്മുടെ 5 വഖത്ത് ഫർദ് നമസ്കാരങ്ങളിലും പല ഭാഗങ്ങളിലായി ഷഹാദത്ത് കലിമ നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്നുണ്ട്. അതുപോലെ സുന്നത്തുകളിലും നമ്മുടെ പ്രാർത്ഥനകളിലും വുദു എടുക്കുന്നതിലും എല്ലാ ഭാഗങ്ങളിലും നമ്മളുടെ എല്ലാ യാത്രകളിലും എല്ലാ അനക്കങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ ആവർത്തിച്ച് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലൂടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയും സുന്നത്തിലൂടെയും നമ്മുടെ നിത്യജീവിതത്തിൽ നടപ്പിലാക്കുകയും അതിലൂടെ നല്ല വിശ്വാസിയായി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കാറുമുണ്ട്. ഇതിൻ്റെയൊക്കെയും തുടക്കം ഷഹാദത്ത് കലിമ എന്ന ആശയത്തിലേക്കാണ്. യഥാർത്ഥത്തിൽ സത്യസാക്ഷ്യം എന്നർത്ഥമുള്ള ആ പദത്തിന് എത്രത്തോളം സ്വാധീനമാണ് ഒരു മനുഷ്യൻ്റെ, പ്രത്യേകിച്ച് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുള്ളത്. 2 പദങ്ങളാണ് അതിനുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മൾ ജുമാ തുടങ്ങുമ്പോൾ പോലും അവിടെയും ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. അല്ലാഹുവല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന്. അതാണല്ലോ നമ്മൾ തക്ബീറുകളിലൂടെ, നമ്മുടെ തഹ്മീദുകളിലൂടെ അൽഹംദുലില്ലാഹ്, ഹംദ് അള്ളാഹുവിന് മാത്രമാണ്. അതുപോലെ തന്നെ അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. സുബ്ഹാൻ അല്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും, അള്ളാഹുവിനെ നാം പ്രകീർത്തിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെ തുടങ്ങി എല്ലാ അദ്കാറുകളിലും അള്ളാഹുവിൻ്റെ പേര് നമ്മൾ ഇവിടെ പരാമർശിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റുന്നു. 2ാമത്തെ ഭാഗം മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളതാണ്. അള്ളാഹു ഏകനായ ഇലാഹാണെങ്കിൽ ആ ഏകനായ ഇലാഹ് അയച്ചു തന്ന പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ.
ആ ഇലാഹിയത്ത് അല്ലെങ്കിൽ ഉലൂഹിയത്ത്, ആ ചിന്തകൾ മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്ക് നടപ്പിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു തന്ന, കാണിച്ചു തന്ന മാതൃകയിലൂടെയാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് നമ്മൾ ഏറ്റു പറയുന്നത്. ഇതൊരു മന്ത്രം മാത്രമല്ലല്ലോ, ഇത് നമ്മളൊരു കീർത്തനം മാത്രമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് മാത്രം പറഞ്ഞാൽ ഒരാൾ വിശ്വാസിയാവുകയില്ല. നമുക്കറിയാം, ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ ആദ്യം ഷഹാദത്ത് കലിമയാണ്. നമ്മൾ വിശ്വസിക്കുന്നത് ഷഹാദത്ത് കലിമ ചൊല്ലുന്നതിലൂടെ ഒരാൾ വിശ്വാസിയായി തീർന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവിടെ വെച്ച് തീരേണ്ടതാണോ നമ്മളുടെ വിശ്വാസം, കലിമയെക്കുറിച്ചുള്ള ചിന്ത? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ നിമിഷങ്ങളിലും, എല്ലാ പ്രാർത്ഥനകളിലും, എല്ലാ ദിക്റുകളിലും, എല്ലാ നമസ്കാരങ്ങളിലും, എല്ലാ ഇബാദത്തുകളിലും ഷഹാദത്ത് കലിമ അവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നുണ്ട്. ഷഹാദത്ത് കലിമ നമസ്കാരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ നോമ്പ് നോക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്? അള്ളാഹ് കൽപ്പിച്ചത് കൊണ്ട്, അള്ളാഹുവിൻ്റെ വാക്ക് നമ്മൾ കേൾക്കുന്നത് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് കാണിച്ചു തന്നതുകൊണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്? എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ ഞാൻ കാണിച്ചു തരുന്ന പ്രകാരം നിങ്ങൾ നിസ്കരിക്കുക. നമുക്ക് തോന്നുന്ന ഒരു ആംഗ്യവിക്ഷേപമല്ലല്ലോ നമസ്കാരം എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നടപ്പിലാക്കുന്നു. അത് കലിമയുടെ ഒരു സാക്ഷാത്കാരമാണ്. നോമ്പ് നോക്കുക. നോമ്പിനെക്കുറിച്ചും നോമ്പിലും ഷഹാദത്ത് കലിമയുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ നോമ്പെടുക്കുന്നത്? അള്ളാഹ് കൽപ്പിച്ചത് കൊണ്ടാണ്. നമ്മൾ നോമ്പ് മുറിക്കുമ്പോൾ പോലും നമ്മൾ ഇതേ വർത്തമാനം തന്നെയാണ് അവിടെയും പറയുന്നത്. അല്ലാഹുമ്മ ലക സുംതു വബിക ആമൻതു അലാ റിസ്ഖിക അഫ്തർതു. അല്ലാഹുവേ, നിനക്ക് വേണ്ടിയാണ് ഞാൻ നോമ്പെടുത്തത്, നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു, നിൻ്റെ പേരിൽ ഞാൻ നോമ്പ് തുറക്കുന്നു. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ അതും ചെയ്യുന്നത്. സക്കാത്ത് അള്ളാഹ് കൽപ്പിച്ചത് കൊണ്ടാണ് നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം, രണ്ടിലൊരു ഭാഗം വാർഷികമായി നമ്മൾ നൽകുന്നത്. അള്ളാഹ് കൽപ്പിച്ചതുകൊണ്ട് അത് ഫർളാക്കി മാറ്റി. ഹജ്ജ് നോക്കുക. ഹജ്ജിൻ്റെ ഏറ്റവും ആദ്യം മുതൽ അവസാനം വരെ എല്ലാ നിമിഷവും ഷഹാദത്ത് കലിമയുടെ സാക്ഷാത്കാരമാണല്ലോ നടക്കുന്നത്. ആ ഹജ്ജിൻ്റെ ഓർമ്മ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, അസ്ലിം, മുസ്ലിം ആവുക, എനിക്ക് കീഴ്വണങ്ങുക. അസ്ലംതു റബ്ബിൽ ആലമീൻ, ഞാനിതാ കീഴ്വണങ്ങിയിരിക്കുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ ഹാജറ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, അല്ലാഹുല്ലദീ അമറക ബിഹാദ, ഒരു ജനങ്ങളുമില്ലാത്ത, ഒരു വസ്തുവുമില്ലാത്ത, ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാത്ത ഒരു നാട്ടിൽ ഒറ്റയ്ക്കിട്ട് പോകുമ്പോൾ ഹാജറ ബീബി ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നത്, അള്ളാഹ് കൽപ്പിച്ചിട്ടാണോ ഇതെന്ന് ചോദിക്കുന്നു. നാം, അതേന്ന് പറയുന്നു. ഇതല്ല യുന, എന്നാൽ പിന്നെ ഒരു പ്രശ്നം ഞങ്ങൾക്കുണ്ടാവുകയില്ല എന്ന് ഹാജറ ബീബി മറുപടി പറയുന്നു. അത് ആ ഷഹാദത്തിലുള്ള അള്ളാഹു ഏകനാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കേണ്ടതാണ് എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടായിരുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാം നമ്മുടെ ഹജ്ജ് ഓർമ്മകൾ, ബലിപ്പെരുന്നാളെല്ലാം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഇസ്മായിൽ അലൈഹിസ്സലാമും അള്ളാഹ് കൽപ്പിച്ചത് കൊണ്ട് മാത്രം കഴുത്ത് നീട്ടിക്കൊടുക്കുന്ന, അതിന് തയ്യാറാവുന്ന ഒരു ഓർമ്മയാണല്ലോ ഹജ്ജ് പോലും. അവിടെയും ഷഹാദത്ത്, ഹഖ്, അള്ളാഹുവിൻ്റെ വാക്കിനെ സത്യപ്പെടുത്തുന്നത് നമുക്ക് അവിടെയും കാണാം. എല്ലാ പ്രവാചകന്മാരുടെയും, അതിനു മുമ്പും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മുമ്പും പിമ്പുമുള്ള എല്ലാ പ്രവാചകന്മാരുടെ ജീവിതത്തിലും ഇതേ ഷഹാദത്തുൽ ഹഖ്, സത്യസാക്ഷി, അത് ജീവിതത്തിൽ സാക്ഷാത്കരിച്ചു തരുന്നതിൻ്റെ ഓർമ്മകളാണുള്ളത്. എത്ര പ്രവാചകന്മാരെയാണ് മുൻകാല സമൂഹങ്ങൾ കൊന്നു തട്ടിയിട്ടുള്ളത്. അവരെല്ലാം എന്നാൽ പോലും ആരും സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ഒരു പടി പിന്നിലേക്ക് മാറിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ പ്രബോധനത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ, പ്രത്യേകിച്ച് മക്കി കാലഘട്ടത്തിൽ പലപ്പോഴും പല ആൾക്കാരും പല ശുപാർശയുമായും പല ഓഫറുകളുമായി മുന്നോട്ട് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? എൻ്റെ രണ്ട് കണ്ടും സൂര്യനും ചന്ദ്രനും എല്ലാ സ്വത്തുകളും വെച്ച് തന്നാൽ പോലും ഞാൻ ഒരടി പിന്നോട്ടില്ല എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ജീവിതത്തിൽ എന്താണ് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങിയതിന് ശേഷം ആദ്യമായും രക്തസാക്ഷിയായത് സുമയ്യ റളിയല്ലാഹു അൻഹയാണ്. ഇസ്ലാമിന് വേണ്ടി ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങിയതിന് ശേഷം ആദ്യമായി രക്തസാക്ഷിയാവുന്നത് സുമയ്യ റളിയല്ലാഹു അൻഹയാണ്. അള്ളാഹുവിന് വേണ്ടി തൻ്റെ ശരീരം തുച്ഛ ആദ്യത്തെ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ തന്നെയാവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവരുടെ കുടുംബത്തിനും ഇതേപോലെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഒരുപാട് സഹാബികളെ അവർ വധിക്കുന്നു, പീഡിപ്പിക്കുന്നു. ബിലാൽ റളിയല്ലാഹുവിൻ്റെ അനുഭവം നമുക്കറിയാം. നെഞ്ചത്ത് കല്ല് വെച്ച് കഴുത്തിൽ കയറി കെട്ടി വലിക്കുമ്പോൾ പോലും ഷഹാദത്ത് കലിമയാണ്, അഹദ് അഹദ് എന്നുള്ള വാക്കാണ് ബിലാൽ റളിയല്ലാഹു അൻഹയും വീണ്ടും വീണ്ടും ആവർത്തിച്ചത്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കുരിശിൽ കയറ്റി വധിക്കുമ്പോൾ
അവർ മുശ്രിക്കുകൾ, കാഫിറുകൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഈ സ്ഥാനത്ത് നിന്റെ പ്രവാചകൻ മുഹമ്മദും നീ നിൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായിരിക്കുന്ന ആ ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കുക, നിനക്കെന്ത് തോന്നുന്നു പറയുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത്, എൻ്റെ മുത്തുനബിയുടെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുന്നതിനേക്കാളും ഭേദം എനിക്ക് ഈ കുരിശമരണമായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഷഹാദത്ത് കലിമയുടെ പവർ. അതുപോലെ തന്നെ റബീഅ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ വ്യാപന ഒരു പശ്ചാത്തലത്തിൽ റുസ്തമിൻ്റെ കൊട്ടാരത്തിലേക്ക് കുതിരയിൽ കയറി ചെന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്തുന്ന പശ്ചാത്തലത്തിൽ റുസ്തം പേർഷ്യൻ സേനാധിപനാണ്. അദ്ദേഹം ചോദിക്കുന്നു, എന്താണ് നിൻ്റെ ഉദ്ദേശം, എന്തിനാണ് വന്നത്? അദ്ദേഹം പറയുന്നത്, ഇബ്തഅസനല്ലാഹു ലിഇഖ്റാജി മൻ യശാ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ. അള്ളാഹു ഞങ്ങളെ അയച്ചിരിക്കുന്നത് നിങ്ങൾ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഈ അടിമകളെ യഥാർത്ഥ ഉടമയുടെ അടിമത്തത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നതെന്നാണ്. അതായത് കലിമത്ത് തൗഹീദിൻ്റെ, കലിമ ഷഹാദത്തിൻ്റെ യഥാർത്ഥ രൂപമാണ് അദ്ദേഹം അവരുടെ മുമ്പിൽ സമർപ്പിച്ചത്. യഥാർത്ഥ അടിമയുടെ ഉടമത്തത്തിലേക്ക് ജനങ്ങളെ നയിക്കുക എന്നുള്ളതാണ് ഷഹാദുൽ ഹക്കിൻ്റെ അല്ലെങ്കിൽ കലിമ ഷഹാദത്തിൻ്റെ മറ്റൊരർത്ഥവും. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ കാണുവാൻ പറ്റും. ഷഹാദത്ത് കലിമ എന്നത് ഒരു ദിക്റിനേക്കാളും അപ്പുറം, ഷഹാദത്ത് കലിമ എന്നത് അതൊരു വിപ്ലവ മുദ്രാവാക്യവും കൂടിയിട്ടാണ്. നമ്മൾ 5 നേരവും അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നത് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പ്രഖ്യാപനവും കൂടിയിട്ടാണ്. ആ പ്രഖ്യാപനത്തിലാണ് നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് വീണ്ടും വീണ്ടും പറയുന്നത്. ആ പ്രഖ്യാപനം നമ്മൾ ആ സാധാരണ ഒരു ദിക്റിനേക്കാളും അപ്പുറം ബാങ്കിൻ്റെ മറ്റൊരർത്ഥത്തിലേക്ക് കൂടി നമ്മൾ ചിന്ത പോവേണ്ടതുണ്ട്. 5 നേരം വെറുതെ വിളിക്കുന്നത് മാത്രമല്ലല്ലോ, നാട്ടുകാരുടെ മുമ്പിൽ മൈക്ക് കെട്ടി നമ്മൾ മുദ്രാവാക്യം വിളിക്കുകയും കൂടിയാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അവൻ മാത്രമേ ഇലാഹുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൻ്റെ റസൂലാണ് എന്ന് നമ്മൾ മുദ്രാവാക്യം വിളിക്കുക. അതിനുശേഷം എന്താണ് പറയുന്നത്? ഹയ്യാല സ്വലാത്ത്. മുസ്ലിങ്ങളെ മാത്രമല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം, അറബി മനസ്സിലാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിലേക്ക് കൂടെ വിളിക്കുകയാണ് എന്ന് മാത്രമല്ല, ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന് പറയുന്നത്. അതായത് ഇസ്ലാം എന്നത് വിജയമാണെന്ന് ഒരു പബ്ലിക്കായി നമ്മൾ പൊതുവായി പ്രഖ്യാപനം നടത്തുകയാണ് ബാങ്കിലൂടെയും നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഓർമ്മ, അതായത് ഷഹാദത്ത് കലിമ എന്നത് ദിക്റിനേക്കാളും അപ്പുറം, ഷഹാദത്ത് കലിമ എന്നത് ഒരു വലിയ പ്രഖ്യാപനം കൂടിയിട്ടാണ്. ഇത് നമ്മൾ വലിയ ഒരു ഉത്തരവാദിത്വം തരുന്നുണ്ട്. നമ്മൾ നമസ്കാരം തുടങ്ങുമ്പോൾ തന്നെ വജ്ഹത്തു വജ്ഹിയല്ലദീ ഫത്തറ സമാവാതി വൽ അർദ് എന്ന് പറയുന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലാറുണ്ട്. അവിടെയും നമ്മൾ ഈ പ്രഖ്യാപനം പ്രതിജ്ഞ ചെയ്യാറുണ്ട്. അല്ലാഹുവേ, നീയല്ലാതെ വേറൊരു ഇലാഹില്ല, വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നവനല്ല, അള്ളാഹുവിന് കൊടുക്കാനുള്ളത് എല്ലാം അള്ളാഹുവിന് മാത്രം കൊടുക്കുന്ന, വേറെ ആർക്കും പങ്കു ചെയ്യാത്തവനാണ് ഞാൻ. അതുകൊണ്ടാണ് മിനൽ മുസ്ലിമീൻ എന്ന് ചേർത്തും പറയാം, ഞാൻ മുസ്ലിം മാത്രമാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം കീഴ്വണങ്ങുന്നവരാണ്. കാരണം അത് സ്വീകരിച്ചവൻ, ഷഹാദത്ത് കലിമ നെഞ്ചോട് സ്വീകരിച്ചവന് വേറെ ആരുടെ മുമ്പിലും തലകുനിക്കാൻ കഴിയില്ല, വേറെ ആർക്ക് മുമ്പിലും കീഴ്വണങ്ങാൻ കഴിയില്ല. വേറെ ആരെയും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് ആരുടെയും മുമ്പിൽ ആരുടെയും വാക്ക് കേൾക്കാൻ പറ്റുകയില്ല. ലാ തഅത മഖ്ലൂഖിൻ ലിമഅസിയത്തില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂക്കിനും ഒരു തരത്തിലുമുള്ള താഅത്തുമില്ല, അനുസരണവുമില്ല. അത് ഉണ്ടാവണമെങ്കിൽ ഷഹാദത്ത് കലിമ എന്ന് പറയുന്ന വികാരം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ മാത്രമാണെന്നാണ് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ഓതിവെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കലിമത്ത് ഹക്കിനെ, ഷഹാദത്ത് കലിമയെ വിശദീകരിക്കുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം തര കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തുൻ ത്വയ്യിബ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കലിമത്തുൻ ത്വയ്യിബയെ, നല്ല വചനത്തെ എങ്ങനെ ഉപമിച്ചു എന്ന് നിങ്ങൾ കണ്ടില്ലേ? കഷജറത്തിൻ ത്വയ്യിബ, നല്ലൊരു വൃക്ഷത്തെ പോലെയാണത്. അസ്ലുഹ സാബിത്തുൻ, അതിൻ്റെ അസ്ല്, അത് ഈ വേരൂന്നിയതാണ്, നല്ല സ്ഥിരപ്പെട്ടതാണ്, സ്ഥൈര്യമുള്ളതാണ്. ഫറോഹ ഫിസ്സമാ, അതിൻ്റെ ശിഖരങ്ങൾ ആകാശം മുഴുവൻ മൂടിക്കിടക്കുന്നതാണ്. അതായത് കലിമത്തുൻ ത്വയ്യിബ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വചനം, അത് മനസ്സിൽ രൂഢമൂലമായതും എല്ലാ ജീവിതത്തിൻ്റെ ഉടനീളം പോലും എല്ലാ നിമിഷങ്ങളിലും പടർന്ന് പന്തരിച്ച് കിടക്കുന്നതുമാണ് കലിമത്തുൻ ത്വയ്യിബ. അങ്ങനെ സ്വീകരിച്ച ഒരാളുടെ സ്വഭാവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. തുഅതി ഉഖ്ലഹാ കുല്ല ഹീനും ബിഇദ്നി റബ്ബിഹാ, റബ്ബിൻ്റെ അനുവാദത്തോടു കൂടി എല്ലാ നേരവും അത് ഫലങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു.
അതായത് ഷഹാദത്ത് കലിമയെ മനസ്സറിഞ്ഞ് സ്വീകരിച്ചവൻ ഒരിക്കലും സ്വന്തത്തോട് അനീതി ചെയ്യില്ല, സ്വന്തം കുടുംബത്തോട് അനീതി ചെയ്യില്ല, ഇണകളോട് അനീതി ചെയ്യില്ല, അയൽക്കാരോടും കുടുംബക്കാരോടും നാട്ടുകാരോടും വീട്ടുകാരോടും ആരോടും ഒരു തരത്തിലുമുള്ള അനീതി ചെയ്യില്ല, വേണ്ടാത്ത വൃത്തികെട്ട വാക്കുകൾ ഉച്ചരിക്കുകയില്ല, ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ തൃപ്തി കൊണ്ട് മാത്രം ചെയ്യുന്നവനായിരിക്കും. ഹജ്ജ് ചെയ്യുമ്പോൾ അത് മബ്രൂറും മഖ്ബൂലുമാവാൻ പ്രാർത്ഥിക്കുന്നവനായിരിക്കും. നോമ്പെടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി കൊണ്ട് മാത്രം നോമ്പെടുക്കുന്നവനായിരിക്കും. നമസ്കരിക്കുമ്പോൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ല നമസ്കരിക്കുന്നത്, അള്ളാഹുവിൻ്റെ തൃപ്തി കൊണ്ട് മാത്രം നമസ്കരിക്കുന്നവനായിരിക്കും. സക്കാത്ത് കൊടുക്കുന്നതും സദഖ കൊടുക്കുന്നതും ധനികനാണെന്നും ദയാലുവാണെന്നും കാണിക്കുവാൻ വേണ്ടിയിട്ടല്ല, അള്ളാഹുവിൻ്റെ തൃപ്തി കൊണ്ട് മാത്രം കാംക്ഷിക്കുന്നവനായിരിക്കും. എത്രത്തോളം ഈമാനുണ്ടോ അത്രത്തോളം നല്ലവനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, എത്രത്തോളം ഒരാൾക്ക് ഇൽമു കൂടുന്നുവോ അവൻ ഒരുപാട് ഫലങ്ങളുള്ള വൃക്ഷത്തെ പോലെ തല താഴ്ത്തുന്നവനാണെന്നാണ്. അതായത് അറിവ് കൂടുന്നതോടുകൂടി, ഇൽമു കൂടുന്നതോടുകൂടി വിനയാനിതനായി മാറുന്നവനാണ് വിശ്വാസി. അഹങ്കാരം ഒരു തണിയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കാരണം അഹങ്കരിക്കാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ എന്നതുകൊണ്ടാണ്. ഈ ഒരു തരത്തിൽ വിശ്വാസം മനസ്സിലുള്ള, ഷഹാദത്ത് കലിമ മനസ്സിലുള്ള ഒരു വിശ്വാസി എപ്പോഴും നന്മകൾ മാത്രം, ഫലങ്ങൾ മാത്രം, ഉപകാരമുള്ള ഫലങ്ങൾ മാത്രം വിതരണം ചെയ്യുന്നവനായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഈ തരത്തിൽ നല്ല വിശ്വാസമുള്ള, നല്ല ജീവിതക്രമം പാലിക്കുന്ന, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും വാക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കാൻ ശ്രമിക്കുന്ന നല്ല വിശ്വാസികളായി നമ്മൾ ജീവിക്കണം. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി വലക്കും. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി വേണ്ട വിധം തഖ്വ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ല മുത്തഖികളായും മുഹ്സിനുകളായും ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹിമിൽ ഷഹാദത്ത് കലിമയെ വിശദീകരിച്ചതിന് ശേഷം പിന്നീട് മറ്റൊരു കാര്യവും കൂടി ചേർത്ത് പറയുന്നുണ്ട്. വമസലി കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസ ഉജ്തസത് മിൻ ഫൗഖിൽ അർളി മാലഹാ മിൻ ഖറാർ. മോശപ്പെട്ട വാക്കിൻ്റെ ഉദാഹരണവും കൂടി പറഞ്ഞു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, അത് മോശപ്പെട്ട, വൃത്തികെട്ട, ചീഞ്ഞ ഒരു വൃക്ഷത്തെ പോലെയാണ്. അതിന് യാതൊരു അടിസ്ഥാനവും ഉണ്ടാവുകയില്ല, യാതൊരു സ്ഥിരവും ഉണ്ടാവുകയില്ല. അതായത് ഇസ്ലാമല്ലാത്ത ഏതൊരാശയത്തെ പിൻപറ്റിക്കഴിഞ്ഞാലും കുറച്ചു കാലം നമ്മൾ അതിൽ നിന്ന് പോകുമെങ്കിൽ പോലും പിന്നീട് അത് തന്നെ ഇട്ടെറിഞ്ഞ അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാക്കുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഷഹാദത്ത് കലിമയെ, തൗഹീദുൽ കലിമത്തുൽ ഹക്കിനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആശയത്തെ മനസ്സാൽ ഉറപ്പിച്ച് അത് സത്യപ്പെടുത്തി ജീവിതത്തിൽ പാലിക്കുന്നവർക്കാണ് ശാന്തിയും സമാധാനവും ലഭിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്. യാ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. ഈ ഒരു ആശയം സ്വീകരിച്ച മനസ്സെ അവർ മരിക്കുമ്പോൾ പോലും അവർക്ക് ഹൃദയ സാന്നിധ്യം, സമാധാനമായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള ശാന്തി അടഞ്ഞ ആ ആത്മാവിനെ അല്ലാഹ് വിളിക്കുകയാണ്, എൻ്റെ പ്രിയങ്കരായ അടിമകളിലേക്ക് വന്നുകൊള്ളുക, ഞാൻ നിങ്ങളിൽ തൃപ്തിപ്പെട്ടു, നിങ്ങൾ എന്നിലും തൃപ്തിപ്പെട്ട ആ ഒരു സാഹചര്യത്തിൽ എന്നിലേക്ക് വന്നുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കലിമത്ത് ഹക്കിനെ സ്വീകരിച്ച് അപ്രകാരം ജീവിച്ച ആത്മാക്കളെ അല്ലാഹു വിളിക്കുന്നതായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ ഒരു തരത്തിൽ നമ്മുടെ ജീവിതവും അങ്ങനാക്കി മാറ്റുകയും അല്ലാഹു പറഞ്ഞതുപോലെ അന്നഫ്സുൽ മുത്മഇന്നയായി മരിക്കുന്ന ആ നിമിഷം പോലും മുസ്ലിമായി മരിക്കുവാൻ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങുമ്പോൾ അന്നഫ്സുൽ മുത്മഇന്ന, എല്ലാ മേഖലകളിലും ശാന്തി അടങ്ങിയ മനസ്സായി നമ്മൾ മരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾക്ക് ശാന്തി വേണമോ, ഹൃദയ സമാധാനം വേണമോ, എന്നാൽ എന്നെ നിങ്ങൾ നിരന്തരം ഓർക്കുക,
എൻ്റെ വാക്കുകൾ നിങ്ങൾ നിരന്തരം മനസ്സിൽ വെക്കുക, ജീവിതത്തിൽ അത് പാലിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹൃദയ സമാധാനം ലഭിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചതുപോലെ ഖുർആനും അവൻ്റെ സുന്നത്തും ജീവിതത്തിലുടനീളം വേണ്ട രീതിയിൽ പാലിക്കുവാനും അത് ഏറ്റെടുത്ത പോലെ സലഫ് സാലിഹ്യങ്ങളെപ്പോലെ അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള അനുഗ്രഹം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കിടയിൽ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസം കൊണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട്, മറ്റ് പല പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات ومنهم أحياء والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا لا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا لا تحمل علينا ما لا طاقة لنا به. اللهم انصر المسلمين والمسلمات في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخل الجنة يا رب العالمين. أقم الصلاة.